PV അൻവർ MLA-ക്കെതിരായ പോലീസ് നടപടി നീതിപൂർവമായിരുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി VP അനിൽ. അടഞ്ഞുകിടന്ന സർക്കാർ ഓഫീസ് തകർത്തത് ഗൂഢാലോചനയാണ്. അറസ്റ്റ് വൈകിച്ചത് അൻവർ തന്നെയാണെന്നും ആളില്ലാത്ത യാത്ര അവസാനിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു അക്രമമെന്നും അനിൽ ആരോപിച്ചു. അവധി ദിവസത്തിൽ പൂട്ടിക്കിടക്കുന്ന ഒരു സർക്കാർ ഓഫീസ് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അടിച്ച് പൊളിച്ച് നശിപ്പിക്കുകയാണ്. അതിനൊരു MLA നേതൃത്വം നൽകുകയാണ്. ഈ തരത്തിലുള്ള പ്രവണതകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. യാതൊരു വിധത്തിലുള്ള നിയമവാഴ്ചയും ഇല്ലാത്ത സ്ഥിതിവിശേഷം വരുമല്ലോ. ഇവിടെ നിയമപരമായ നടപടികൾ മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. ഇതിൽ ഒരു ഗൂഢാലോചനയുടെയും പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ല. PV അൻവർ MLA ഇപ്പോൾ തവനൂരിലെ ജയിലിലാണ് ഉള്ളത്. ഇന്ന് പുലർച്ചെ 2:15 അദ്ദേഹത്തെ തവനൂരിലെ ജയിലിൽ അടയ്ക്കുന്നത്. 14 ദിവസത്തേക്ക് റിമാൻഡ് വിധിച്ചിരിക്കുകയാണ് മജിസ്ട്രേറ്റ്. ഇതിനിടയ്ക്ക് ഇന്നിപ്പോൾ നിലമ്പൂരിലെ മജിസ്ട്രേറ്റ് കോടതി വഴി ജാമ്യം മൂവ് ചെയ്യാൻ DMK-യുടെ പ്രവർത്തകർ ശ്രമിക്കുന്നുമുണ്ട്. PV അൻവറിനെ ജയിലിലിട്ട നടപടി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹത്തെ തവനൂരിൽ കൊണ്ടുപോയി അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുള്ള ആക്ഷേപവും അവർ ഉന്നയിക്കുന്നുണ്ട്. അസ്ലം എന്നോടൊപ്പം തുടരുന്നു മലപ്പുറത്ത് നിന്ന്. അസ്ലം, PV അൻവർ ഇപ്പോൾ ജയിലിലാകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഉയർത്തിയ പ്രശ്നം ഈ മലയോര മേഖലയിലെ ജീവിത പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ UDF-ന്റെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ തന്നെ അതിനപ്പുറമുള്ള പിന്തുണയും അദ്ദേഹത്തിന് വേണ്ടതുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭ ഈ വിഷയം ഉന്നയിക്കും. നമ്മൾ ഇന്നലെ രാത്രി സംസാരിച്ചാണ്. കർഷക സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്, മറ്റു പലരും ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പിന്തുണ ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഇന്നലെ രാത്രി കിഫയുടെ കർഷക സംഘടനയുടെ പ്രതിനിധിയുമായി സംസാരിക്കുമ്പോൾ ധാർമ്മികമായ പിന്തുണ നൽകുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ മോട്ടീവ് ആണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒന്നും ആലോചിക്കേണ്ടി വരുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അൻവറിന് ഈ ജയിൽവാസ കാലം രാഷ്ട്രീയതരമായ പിന്തുണ ഉറപ്പിക്കുക എത്ര വലിയ വെല്ലുവിളിയായിരിക്കും? തീർച്ചയായും ഇക്കാര്യത്തിൽ വെല്ലുവിളിയുണ്ട്. നേരത്തെ അദ്ദേഹം ഈ വന്യമൃഗ ആക്രമണത്തിനെതിരെ യാത്രയടത്തിന് മുന്നോടിയായി തന്നെ മലയോര മേഖലയിലെ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരും മറ്റുമൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം മാർച്ചിൽ അവരുടെ പങ്കാളിത്തം വലിയ തോതിൽ ഉണ്ടായില്ലെങ്കിൽ പോലും അത്തരൊരു ശ്രമം ആദ്യഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും PV അൻവറിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് താൻ ഉന്നയിച്ച ഈ വിഷയത്തിൽ മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൂടി പിന്തുണ തേടുക എന്നത് തന്നെയായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹം ജയിലിനകത്താകുമ്പോൾ ഒരുപക്ഷെ DMK-യുടെ നിലവിലെ നേതാക്കൾക്ക് അത് വലിയ തോതിൽ മൊബിലൈസ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതേസമയം PV അൻവർ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇതുകൂടി ലക്ഷ്യം വെക്കും. പ്രത്യേകിച്ച് നിലമ്പൂർ എന്ന് പറയുന്നത് മലയോര മേഖലയാണ്. അവിടെ വോട്ടുകൾ വളരെ നിർണായകമാണ്. UDF-നോട് സഹകരിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം അവിടെ വലിയൊരു മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപക്ഷെ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്ത് വന്ന ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ അത്തരം ഒരു സമീപനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം ഒരു നീക്കങ്ങൾക്ക് ഗതിവേഗം വരിക. നിലവിൽ സ്വാഭാവികമായിട്ടും UDF-ന്റെ പിന്തുണ കൂടി ലഭിച്ചൊരു സാഹചര്യത്തിൽ അതിന്റെ ഒരു ഇതിൽ നിന്നുകൊണ്ട് കൂടുതൽ പ്രതിഷേധങ്ങൾ സമാധാനപരമായി സംഘടിപ്പിക്കാനുള്ള ആലോചന മാത്രമാണ് DMK-യുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. ജാമ്യം ലഭിച്ച് PV അൻവർ പുറത്തു വരുന്ന മുറയ്ക്കായിരിക്കും ഒരുപക്ഷെ കുറച്ചുകൂടി ഗതിവേഗമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് DMK അല്ലെങ്കിൽ PV അൻവർ നേതൃത്വം നൽകുക എന്നാണ് പറയാൻ കഴിയുന്നത്. ഒരു അനുകൂലമായ ഒരു സാഹചര്യം, ഒരു ഓപ്പണിംഗ് കിട്ടി എന്ന നിലപാടിൽ തന്നെയാണ് ഉള്ളത്. അക്രമം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ മലയോര മേഖലയിൽ ഇത് മാത്രമല്ല, നമുക്കറിയാം കസ്തൂരങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെയും അക്രമാസക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിഫയുടെ ഒരു പ്രസ്താവന മാത്രം വെച്ചുകൊണ്ട് നമുക്ക് സമരങ്ങളെ